Hi all, welcome to the second class based on the economics chapter Money and Credit. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാർട്ടർ സിസ്റ്റം എന്തായിരുന്നു, അതിൻ്റെ ഡീമെറിറ്റ്സ്, അതുപോലെ മോഡേൺ ഫോം ഓഫ് കറൻസിയെ കുറിച്ചുള്ള ചില പോയിന്റ്സ് അതൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് യൂസ് ഓഫ് മണി. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഹൗ ഈസ് മണി യൂസ്ഡ് ഇൻ എവറി ഡേ ലൈഫ്. നിങ്ങൾക്ക് ആ ടോപ്പിക് കണ്ടെത്താൻ അറിയാം, വളരെ ജനറൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സ് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. Total 3 points under the first point. Money is used as a medium of exchange and facilitates the buying and selling of goods like car, house, food, clothes and so on. വളരെ ഈസിയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കീ വേർഡ് എന്ന് പറയുന്നത് മണി ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമുക്കറിയാം ഡ്യൂറിങ് ബാർട്ടർ സിസ്റ്റം അവിടെ നമുക്കൊരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മണി ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണി ആക്ട് ചെയ്യുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ്. സോ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിളൂടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, പോയിന്റ് നമ്പർ 2, മണി ഈസ് യൂസ്ഡ് ആസ് ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക് ഓർ ടു കീപ്പ് ഇറ്റ് അറ്റ് ഹോം. അപ്പോൾ മണി നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒന്നുമില്ല ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് പല ഫോമിലായിട്ട് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും. ആൻഡ് തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോറോയിങ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാൻ ബോറോ ചെയ്യാൻ മണി യൂസ് ചെയ്യാം, അതുപോലെ മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ ലെൻഡ് ചെയ്യാൻ നമുക്ക് മണി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വളരെ സിമ്പിളായിട്ടുള്ള 3 യൂസ് ഓഫ് മണി. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ്, നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫോമിൽ ഡിസ്കസ് ചെയ്യാം. മണി ഹാസ് മെയ്ഡ് ട്രാൻസാക്ഷൻ ഈസി, ജസ്റ്റിഫൈ ഓർ എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിക്കാം. നമ്മൾ കണ്ടതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു ബാർട്ടർ സിസ്റ്റത്തിന് ഡീമെറിറ്റ്സ്. ഇപ്പം നമുക്ക് ബാർട്ടർ സിസ്റ്റം ഇല്ല, അതിന് പകരം നമ്മൾ മണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താണ് ഈ മണി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് എന്താണ്? ഹൗ മണി ഹാസ് മെയ്ഡ് ട്രാൻസാക്ഷൻ മോർ ഈസിയർ. ഇതിൽ 3 പോയിന്റാണ് വരുന്നത്. പോയിന്റ് നമ്പർ 1, ഇറ്റ് ക്യാൻ ബി ഈസിലി എക്സ്ചേഞ്ച്ഡ് വിത്ത് എനി കമ്മോഡിറ്റി ഓർ സർവീസ്. നമുക്കറിയാം ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിരുന്നു അത്. അവിടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, മണി അങ്ങനെയല്ല. നമുക്ക് മണി ഏത് കമ്മോഡിറ്റിയുമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. സാധനം വാങ്ങുന്നത് പോലെ സർവീസിനായാലും ഗുഡ്സിനായാലും ഒക്കെ നമുക്ക് മണി ഈസി ആയിട്ട് ട്രാൻസാക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നേരത്തെ നമ്മളൊരു പോയിന്റ് പഠിച്ചത്, മണി ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, അതായിരുന്നു പോയിന്റ് നമ്പർ 1, ഹൗ മണി ഹാസ് മെയ്ഡ് ട്രാൻസാക്ഷൻ ഈസി. ഇനി പോയിന്റ് നമ്പർ 2, മണി ഹാഡ് സോൾവ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഇതെന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തൊരു ജസ്റ്റ് അവർ കണ്ടിട്ട് ഈ പോയിന്റിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാൻ ബുദ്ധിമുട്ട് നേരിടും. ഓക്കെ, അപ്പോൾ ഡബിൾ കോയിൻസ് ഓഫ് വൺസ് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും വിത്ത് ദ യൂസ് ഓഫ് മണി. ബിക്കോസ് നൗ പീപ്പിൾ ഡു നോട്ട് ഹാവ് ടു സെർച്ച് ഫോർ വൺ ഹു വിൽ ബി റെഡി ടു എക്സ്ചേഞ്ച് ഹിസ് ഗുഡ്സ്. കാരണം അവിടെ എങ്ങനെ ആയിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും നമുക്ക് സാധനം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നമുക്ക് അതിലുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ബാർട്ടർ സിസ്റ്റം ഒന്നുകൂടെ സക്സസ് ആവുള്ളൂ. പക്ഷേ പല സമയത്തും നമുക്കത് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്നുള്ള ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ മണി ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ ആൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ മണി വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സാധനം പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. ഇനി തേർഡ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്റ്റോർ ഓഫ് വാല്യൂ. നമ്മൾ ഇതും കഴിഞ്ഞ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാർട്ടർ സിസ്റ്റം ഡീമെറിറ്റ് ആയിരുന്നു, നമുക്ക് വളരെ കാലം പല ഗുഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ മണി എങ്കിൽ നമുക്ക് എത്ര കാലം വേണമെന്ന് മണി സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ ഈ 3 പോയിന്റാണ് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത്, ഹൗ മണി ഹാസ് മെയ്ഡ് ട്രാൻസാക്ഷൻ ഈസി. അപ്പോൾ ഇനി ഇത്രയായിരുന്നു ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പോയിന്റ്സ് കമ്പാരിറ്റീവ് വളരെ ഈസി ആയിട്ടുള്ള 2 ജനറൽ പോയിന്റ്സ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോൺ ആക്ടിവിറ്റീസ് ഓഫ് ബാങ്ക്സ്. നമുക്കറിയാം ബാങ്ക്സ് ആർ ദ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേറ്ററീസ് വിച്ച് ഓഫർ ലോൺ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് എന്തൊരു എക്കണോമിക് ആക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ്, ആ പേര് ഓർത്ത് വെക്കണം. ലോണിനെ മറ്റൊരു തരത്തിൽ യൂസ് ചെയ്യുന്നൊരു പേരാണ് ക്രെഡിറ്റ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടേം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബാങ്ക് വഴി നടക്കുന്ന ലോൺ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ, ദേ കീപ് സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് വിത്ത് ദം ആസ് ക്യാഷ്. നമുക്കറിയാം ബാങ്കിൽ മെയിനായിട്ട് 2 ലോൺ ആക്ടിവിറ്റി നടക്കുന്നത്. ചില ആളുകൾ
ബാങ്കിൽ പോകുന്നത് ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും. ദേ ആർ നോൺ ആസ് ഡെപ്പോസിറ്റേഴ്സ്. സോ ദേ കീപ് സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് വിത്ത് ദം ആസ് ക്യാഷ്. അപ്പോൾ ഈ ഡെപ്പോസിറ്റേഴ്സ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അതിലൊരു പ്രൊപ്പോർഷൻ അവരെപ്പോഴും അവിടെ ക്യാഷ് ആയിട്ട് കരുതി വയ്ക്കും. അതെന്തിനായിരിക്കും? ബിക്കോസ് സം അതർ പീപ്പിൾ ആർ ദ ദേ ആർ നോൺ ആസ് ബോറോവേഴ്സ്. അവർ വരുന്നത് പണം ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കുന്നില്ല, മറിച്ച് ടു ബോറോ മണി. സോ അതാണ് പോയിന്റ് നമ്പർ 1. അവർ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം അതിനൊരു പ്രൊപ്പോർഷൻ എപ്പോഴും ബാങ്കിൽ അവരെ സേവ് ചെയ്ത് വെക്കും. നൗ പോയിന്റ് നമ്പർ 2, these deposits are used to offer loan to the borrowers. As I told you now, ഇപ്പോൾ അവർ സ്റ്റോർ ചെയ്ത് വെച്ച ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം അവർ ഈ ബോറോവേഴ്സിന് ലോൺ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ദ ബാങ്ക് ദസ് ഇന്റർമീഡിയേറ്റ്സ് ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് സർപ്ലസ് ഫണ്ട്, they are known as depositors, and those who are need of the fund, they are known as borrowers. അതായത് 2 ഗ്രൂപ്പ് അവിടെ ഉള്ളത്, ഡെപ്പോസിറ്റേഴ്സും, അതായത് ദോസ് ഹു ഡെപ്പോസിറ്റ് ഫണ്ട്, ആൻഡ് ബോറോവേഴ്സ്, ദോസ് ഹു ബോറോ ദ മണി. അപ്പോൾ ഈ 2 പേരുടെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ബാങ്കിൻ്റെ ഒരു മെയിൻ ലോൺ ആക്ടിവിറ്റിയാണ്. ഇനി തേർഡ് വൺ, ബാങ്ക് ചാർജ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ് ദാൻ വാട്ട് ദേ ഓഫർ ഓൺ ഡെപ്പോസിറ്റ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാങ്കിൻ്റെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്. കാരണം ഇവിടെ 2 ഭാഗത്തും ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു 2 ടൈപ്പ് ഓഫ് വർക്ക് നടക്കുന്ന 2 ടൈപ്പ് ഓഫ് പീപ്പിൾ ബാങ്കിൽ വരുന്നുണ്ടായിരിക്കും. ഒന്നാണ് ഡെപ്പോസിറ്റേഴ്സ്. ഈ ഡെപ്പോസിറ്റേഴ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ബോറോവേഴ്സ് മണി ബോറോ ചെയ്യുമ്പോഴും അവരും അതിനൊരു ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് അടയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഈ ഡെപ്പോസിറ്റേഴ്സിന് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണോ അതോ ഈ ബോറോവേഴ്സ് ബാങ്കിന് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ബാങ്കിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർക്കിങ്ങിന് കൂടുതലാവേണ്ടത്? നമുക്കറിയാം, തീർച്ചയായിട്ടും ബോറോവേഴ്സ് ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കണം എപ്പോഴും കൂടുതൽ. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്, ബാങ്ക്സ് ചാർജ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺ ദാൻ വാട്ട് ദേ ഓഫർ ഓൺ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റേഴ്സിന് അവർ കൊടുക്കുന്ന ലോൺ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ബോറോവേഴ്സിനെ കയ്യിൽ നിന്ന് ബാങ്ക് വാങ്ങുന്ന ഇൻട്രസ്റ്റ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ചാർജ്ഡ് ഫ്രം ബോറോവേഴ്സ് ആൻഡ് വാട്ട് ഈസ് പെയ്ഡ് ടു ദ ഡെപ്പോസിറ്റേഴ്സ് ഈസ് ദെയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആ ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് ഓർ ഇൻകം. അപ്പോൾ എത്രയാണ് ലോൺ ആക്ടിവിറ്റീസ് ഓഫ് ബാങ്ക്സ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് 2 സെക്ടേഴ്സ് ഓഫ് ക്രെഡിറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് ബാങ്കിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ലോൺ കിട്ടുന്നുണ്ട്. അതാണ് ലോൺ ആക്ടിവിറ്റീസ് ഓഫ് ബാങ്ക് എന്ന ടോപ്പിക്ക് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. എന്നാൽ നമുക്ക് ഈ ബാങ്കിൽ നിന്ന് മാത്രമാണോ ലോൺ കിട്ടുന്നത്? അല്ല, ലോൺ ഈസ് അവൈലബിൾ ഫ്രം മെനി അതർ സോഴ്സ് ആൾസോ. അതാണ് ഈ ടോപ്പിക്ക് വരാൻ കാരണം. 2 സെക്ടേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2 സെക്ടേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് എപ്പോഴും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ടേബിൾ വെച്ച് റിമെമ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ്. ഈ ഫോർമൽ സെക്ടർ ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബാങ്ക്സ് ആണ്. ബാങ്ക്സ് അതുപോലെ കോപ്പറേറ്റീവ്സ് മെയിനായിട്ട് വരുന്ന ബാങ്ക്സ് ആണ്. അതായത് ഫോർമലായിട്ട് ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷനിൽ നടക്കുന്ന ചില ലോൺ ആക്ടിവിറ്റീസ് നടത്തുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് എന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ബാങ്ക് അതുപോലെ കോപ്പറേറ്റീവ്സ് ഒക്കെയാണ്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ്, ഇതിൽ വരുന്നത് മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, എംപ്ലോയേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് നമുക്ക് ബാങ്കിൽ നേരിട്ട് പോകാതെ തന്നെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അതുപോലെ ഈവൻ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് ഇതുപോലെ ലോണ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇൻഫോർമൽ സെക്ടർ. നിങ്ങൾക്ക് ആ പേരിന്ന് മനസ്സിലാക്കരുത്, ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നതൊക്കെ ഇൻഫോർമൽ ആണല്ലോ. എന്നാൽ ബാങ്ക് അതല്ല, അതിൽ ബാങ്ക് വരുന്നത് ഫോർമൽ സെക്ടർ എന്നുള്ള ആ ഒരു കാറ്റഗറിയുടെ കീഴിലാണ്. ഇനി നമുക്ക് നോക്കാം അതർ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ്. Second point about formal sector credit, banks require collateral and proper documentation for getting a loan. ഇത് ചിലപ്പോൾ നമുക്കൊരു പുതിയ ടേം ആയിരിക്കാം, നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. കൊളാറ്ററൽ എന്ന് പറയുന്നത് നമുക്ക് ലോൺ കിട്ടാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ചില ഡോക്യുമെൻറ്റ്സ്. ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് ആവാം, നമ്മുടെ വെഹിക്കിൾ ആവാം, ഒരുപാട് കാര്യങ്ങൾ കൊളാറ്ററായിട്ട് ബാങ്ക് ആവശ്യപ്പെടാം.
നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ യൂഷ്വലി ബാങ്ക് റിക്വയർ കൊളാറ്ററൽ ആൻഡ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഫോർ ഗെറ്റിംഗ് എ ലോൺ. കാരണം അവിടെ ഒരുപാട് ഫോർമലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ കൊളാറ്ററൽ ഇല്ലാതെ നമ്മളൊരു ഡോക്യുമെൻറ്റ്സ് ബാങ്കിന് കൊടുക്കാതെ ഒരിക്കലും, അത് നമ്മളൊരു ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇല്ലാതെ ഒരിക്കലും ബാങ്ക് ലോണ് തരില്ല. പക്ഷേ ഇൻഫോം സെക്ടർ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് സീ ദ പോയിന്റ്, നോ കൊളാറ്ററൽ ഈസ് റിക്വയർഡ്. നമ്മൾ ലോൺ എടുക്കുന്ന ഇൻഫോം സെക്ടറിൻ്റെ കീഴിൽ നിന്നാണെങ്കിൽ നമുക്കവിടെ കൊളാറ്ററലൊന്നും ആവശ്യം വരാറില്ല. ബട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ പൈസ തിരിച്ചു കൊടുക്കേണ്ടെന്നല്ല. കാരണം നമുക്കറിയാം മണി ലെൻഡേഴ്സിന് അവർക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടാവാം നമ്മുടെ അടുത്ത് ലോൺ തിരിച്ചു വാങ്ങിക്കാൻ. ഓക്കെ, സോ ഇവിടെ കൊളാറ്ററൽ ആവശ്യം വരുന്നില്ല. നോ കൊളാറ്ററൽ ഈസ് റിക്വയർഡ്. ഇനി തേർഡ് പോയിന്റ് അബൌട്ട് ഫോർമൽ സെക്ടർ, എ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ്. കാരണം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷൻ നടക്കുന്ന ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറച്ച് കുറവാണ്. കമ്പാരിറ്റീവ്ലി ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഫോർമൽ സെക്ടർ ഇമ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻഫോർമൽ സെക്ടർ റിപ്പീറ്റഡ് ബോറോയിങ് ക്യാൻ ലീഡ് ടു ഡെപ്റ്റ് ട്രാപ്പ്. കാരണം ഇവിടെ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത്രയും ഇൻഫോർമൽ സെക്ടേഴ്സിന് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡെപ്റ്റ് ട്രാപ്റ്റ്, കടക്കണി എന്ന് പറയും മലയാളത്തിൽ, നമ്മൾ ആ കടത്തിൽ പെട്ടുപോകാം. പിന്നെ നമുക്ക് ഒരിക്കലും അത് റീപേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. അതാണ് പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കടം മൂലം ആത്മഹത്യ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇൻഫോർമൽ സെക്ടേഴ്സ് ക്രെഡിറ്റിൽ നിന്ന് ലോൺ എടുക്കുന്ന കാരണമാണ് അതെല്ലാം വരുന്നത്. ഓർത്ത് വയ്ക്കുക, ബാങ്ക് ഇത്രയുള്ളൂ. ഫോർമൽ സെക്ടറിലാണെങ്കിൽ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റഡ് ബോറോയിങ് ആണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഡെപ്റ്റ് ട്രാപ്പ്. ഇനി ഫോർത്ത് പോയിന്റ് ഓഫ് ഫോർമൽ സെക്ടർ ക്രെഡിറ്റ്, എപ്പാർട്ട് ഫ്രം പ്രോഫിറ്റ് മേക്കിംഗ് ദേ ആൾസോ ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ വെൽഫെയർ. ഈ ബാങ്ക് എന്ന് പറയുന്നത് അവർ തീർച്ചയായും നേരത്തെ പോയിന്റിൽ കണ്ടു, ഈ ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് ബാങ്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഈ പ്രോഫിറ്റ് മേക്കിങ്ങിനേക്കാൾ അവർ ഒരുപാട് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ ബാങ്ക് ചെയ്യുന്നത് നമുക്കറിയാം. നിങ്ങൾ അഗ്രികൾച്ചർ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ ഇതൊക്കെ ചില ഈ ഫാമേഴ്സ് അതുപോലെ റൂറൽ ഏരിയാസിലെ പീപ്പിളിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് സ്കീമും ഈ ബാങ്കിനെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമല്ല, മറിച്ച് ഈ സോഷ്യൽ വെൽഫെയർ കൂടെ അവരുടെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. എന്നാൽ ഇൻഫോർമൽ സെക്ടർ നമുക്കറിയാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. Their only motive is to extract profit as much as possible. ഇവിടെ പ്രോഫിറ്റ് എന്നുള്ള മാത്രമാണ് ഇവിടെ മെയിൻ മോട്ടീവ്. അവിടെ സോഷ്യൽ വെൽഫെയർ ഒന്നും അവർ നോക്കുന്നില്ല. എക്സ്ട്രാക്ട് പ്രോഫിറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ കണ്ടത്, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈയുമായിരുന്നു. അതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് അബൌട്ട് ഫോർമൽ സെക്ടർ, ടേംസ് ഓഫ് ക്രെഡിറ്റ് ആർ ഫെയർ ആൻഡ് റീസണബിൾ. നേരത്തെ പറഞ്ഞു നമുക്ക് ലോൺ അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഒരുപാട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് സ്റ്റിൽ ഫോർമൽ സെക്ടറിൽ ഈ പ്രൊസീജിയേഴ്സ് അതുപോലെ ഈ ടേംസും കണ്ടീഷനും എല്ലാം കമ്പാരിറ്റീവ്ലി ഫെയർ ആൻഡ് റീസണബിൾ ആണ്. നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ലോണ് കിട്ടും. പക്ഷേ സ്റ്റിൽ ആസ് എ ടോൾഡ് യു കൊളാറ്ററൽ ദാറ്റ് ഈസ് റിക്വയർഡ്. അത് മാത്രമാണ് കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ട് അവർ കണ്ടീഷൻ വെക്കുന്നത്. സോ ടേംസ് ഓഫ് ക്രെഡിറ്റ് ആർ ഫെയർ ആൻഡ് റീസണബിൾ. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻഫോർമൽ സെക്ടറിൻ്റെ കാര്യമാണെങ്കിൽ ദേ ഇമ്പോസ് വെരി ടഫ് ആൻഡ് സംടൈംസ് ഈവൻ അൺറീസണബിൾ ടേംസ് ഓഫ് ക്രെഡിറ്റ് ഓൺ ബോറോവേഴ്സ്. ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇവിടെ ഫെയറും റീസണബിളും ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, വെരി ടഫ് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ചില സമയത്ത് നമുക്ക് അൺറീസണബിൾ ആണ്, എന്തിനാണെന്ന് നമുക്ക് അറിയാത്ത തരത്തിലുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടുന്ന് ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് അബൌട്ട് ഫോർമൽ സെക്ടർ ക്രെഡിറ്റ്, ദ റിസർവ് ബാങ്ക്. ഇത് പോയിന്റ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ ചില അതോറിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂപ്പർവൈസേഴ്സ് ഇറ്റ്സ് ഫങ്ഷനിങ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്ര നേരത്തെ പറഞ്ഞ പോലെ അത്ര അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കാൻ പറ്റില്ല. കാരണം ഒരു വൺ അതോറിറ്റി ഈസ് ദർ ടു സൂപ്പർവൈസ് ദം. ദേ ആർ അണ്ടർ വൺ അതോറിറ്റി. ദ അതോറിറ്റി ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ വരുന്നുണ്ട്. ബട്ട് സി, ഇൻ ദ കേസ് ഓഫ് ഇൻഫോർമൽ സെക്ടർ ദർ ഈസ് നോ സച്ച് ഓർഗനൈസേഷൻ ടു സൂപ്പർവൈസ് ഇറ്റ്സ് ഫങ്ഷനിങ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മെയിൻ എയിം പ്രോഫിറ്റ് അക്യുമുലേഷനായി മാറിയത്.
കാരണം ഒരു ഏജൻസി അവരെ സൂപ്പർവൈസ് ചെയ്യാനില്ല. അവർക്ക് തോന്നിയ പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ വെക്കാം, തോന്നിയ ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് ഈടാക്കാം. അതുപോലെ ഒരുപാട് പ്രശ്നം അവിടെ വരുന്നുണ്ട്. സോ അതാണ് പോയിന്റ്. ഇവിടെ സൂപ്പർവൈസിങ് അതോറിറ്റി ഉണ്ട്, ബട്ട് ഹിയർ ദർ ഈസ് നോ സച്ച് ഓർഗനൈസേഷൻ വിച്ച് സൂപ്പർവൈസേഴ്സ് ഇറ്റ്സ് ഫങ്ഷനിങ്. സോ ഇത്രയാണ് 2 types ഓഫ് ക്രെഡിറ്റ്, ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ്. സോ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.